ഞങ്ങളുടെ ഈ പത്രസമ്മേളനം തുടങ്ങുന്നതിൽ അർത്ഥമില്ലെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ചിത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് കിടക്കുകയാണ്. നേരത്തെ ഇതിൽ നമ്മുടെ ഷോർട്ട് ഡോക്യുമെൻ്ററി സൂചിപ്പിച്ച പോലെ മലയാളത്തിൽ തന്നെ ഇത്രയും അവാർഡുകൾ നേടി മറ്റുള്ള എല്ലാ ഭാഷകളിലും നിരവധി അവാർഡുകൾ നേടുകയും അതോടൊപ്പം 23-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 11 വർഷം സംസ്ഥാന അവാർഡ് ലഭിക്കുക എന്നുള്ളത്, ഇതൊക്കെ ഒരു ഗായികയുടെ മാറ്റ് എന്താണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചിത്രയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ വിനയത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനൊരു എന്താ പറയുക, ഒരു സുസ്മേര വദനയായി നിന്ന് ഈ കാര്യങ്ങൾ കേൾക്കുക മാത്രമാണ്, അതിനൊരു മറുപടി പോലും പറയലില്ല. കാരണം വളരെ വിനയാന്യതയായി മാത്രം കാണുന്ന ഒരു ഗായികയും കൂടെയാണ്. അതൊരു പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കലാരംഗത്ത് വളരെ സുലഭമല്ലാത്തൊരു കാര്യം. ചിത്ര എന്ന് പറയുന്നത്, ചിത്ര എന്ന ഗായിക ശരിക്കും മലയാളിയുടെ അഭിമാനവും ഒരു പരിധിവരെ മലയാളിയുടെ അഹങ്കാരവുമാണ്. 30 ദശാബ്ദക്കാലം പിന്നിടുന്നു ചിത്ര മലയാള സിനിമാ ഗാനരംഗത്തെത്തിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസരം തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് സമുചിതമായി ആഘോഷിക്കുക എന്നുള്ളത് ഒരു കടമ ഓരോ മലയാളിക്കുമുണ്ട്. ആ ഒരു കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ടാണ് ACV ഈ ഒരു ദൗത്യത്തിന് മുന്നോട്ടിറങ്ങിയത്. ആദ്യം ചിത്രയോട് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിത്ര ചോദിച്ചെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രത്യേക ഒരവസരം സമുചിതമായി ആഘോഷിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചത്. ഈ ഒരു ആഘോഷത്തോടൊപ്പം തന്നെ ഞങ്ങളൊരു പുതിയ ഒരു പദ്ധതിക്ക് ഞങ്ങളൊരു വിഭാവനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്. ചിത്ര പൗർണമി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടി, ശരിക്കും ആ പേര് നൽകിയത് ശ്രീ രാജീവ് കുമാറാണ്. ഈ പരിപാടി ഫെബ്രുവരി 15-ാം തീയതി മാറിവാനീസ് കോളേജ്, തിരുവനന്തപുരം മാറിവാനീസ് കോളേജ് ഗ്രൗണ്ടിൽ 6:30 മണിക്ക് അരങ്ങേറുകയാണ്. രാജ്യത്തെ എമ്പാടുമുള്ള എല്ലാ ഗായകരെയും സംഗീത സംവിധായകരെയും നടീനടന്മാരെയും മറ്റ് സാങ്കേതിക വിദഗ്ധരെയൊക്കെ ഈ പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടി നടക്കുന്നതോടൊപ്പം തന്നെ ചിത്രയും ACVയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ഫണ്ടിന് രൂപം നൽകുകയാണ്. ഒരു ബെനവളൻ്റ് ഫണ്ട്. ശരിക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന സിനിമാ സംഗീത കലാരംഗത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് സഹായധനം നൽകുക എന്നുള്ള ഒരു പദ്ധതിക്കാണ് സ്നേഹ എന്നുള്ള പേരിലുള്ള ഈ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. ചിത്രയും ACVയും ചേർന്ന് രൂപീകരിച്ച ഒരു ഫണ്ടാണ്. ഇതിൻ്റെ നടത്തിപ്പും ശരിക്കും ചിത്രയും ACVയും ചേർന്നായിരിക്കും. അതിൻ്റെ ചെയർപേഴ്സൺ പോലും ചിത്രയായിരിക്കും. എല്ലാ വർഷവും ഒരു തുക, അത് പെൻഷനായോ അല്ലെങ്കിൽ മറ്റു തരത്തിലായോ ആവശ്യത അനുഭവിക്കുന്ന സാമ്പത്തിക പരാധീനതയുള്ള സംഗീതരംഗത്തെ കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് സിനിമാ സംഗീതരംഗത്തെ കലാകാരന്മാർക്ക് നൽകുക എന്നുള്ളതാണ് ഈ സ്നേഹ എന്നുള്ള ഈ പദ്ധതിയുടെ ഉദ്ദേശം. ശരിക്കും ഈ ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഈ 30 വർഷം ആഘോഷിക്കുന്ന ഈ ആഘോഷം നടത്തുന്നതിന് ഒരു പ്രധാനമായി ഞങ്ങളുടെ മുന്നിൽ, ACVയുടെ മുന്നിൽ പ്രധാനമായി ഉണ്ടായത് ഈ പദ്ധതിയാണ്. ഈ പദ്ധതി വെറുതെ നമ്മൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് പകരം തീർച്ചയായിട്ടും അനുയോജ്യമായ ഒരു വേദിയിൽ വെച്ച് ഈ പദ്ധതി പ്രഖ്യാപിക്കുകയായിരിക്കും കൂടുതൽ നല്ലതെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എന്നും നമ്മൾ ചെയ്യാൻ കടപ്പെട്ട ഒരു പ്രത്യേക എന്താ പറയുക, ഒരു സംരംഭത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ നടക്കുന്ന വേളയിൽ തന്നെ ഇത് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. ചിത്രയെ ആദരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ മലയാളിയും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു വേദിയിൽ ഇത്തരമൊരു പദ്ധതിയുടെ അല്ലെങ്കിൽ ഒരു ഫണ്ടിൻ്റെ ഉദ്ഘാടനം കൂടെ നടത്തണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇത് രണ്ടും കൂടെ കൂട്ടായിട്ട് യോജിപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി 15-ന് ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചിത്ര എത്തും എന്നുള്ള വിശ്വാസത്തിലാണ്. കാരണം 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ചിത്ര എത്തിയേക്കും. ഇതിൻ്റെ ഈ ഷോ ഡയറക്ടർ എന്ന് പറയുന്നത് ശരിക്കും TK രാജീവ് കുമാറാണ്.
പിന്നെ അദ്ദേഹം ഈ ഷോ ഏത് തരത്തിലാണ് സംഭവിച്ച ചിത്രമെടുത്തുനിന്ന് ബ്രീഫ് ചെയ്തേക്കാം. ചിത്രത്തെക്കുറിച്ചൊരു പ്രൊഫൈൽ ഇവിടെ കാണിച്ചു. വിവേകാനന്ദൻ ACVക്ക് വേണ്ടി നടത്തുന്നെന്നുള്ള കാര്യം പറഞ്ഞു. സ്നേഹ എന്നുള്ള ഒരു മ്യൂസിഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫണ്ട് രൂപീകരിക്കുന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനകത്തൊരു ഞാനിപ്പോൾ ഈ ഇവൻറ്റിനെ ഇങ്ങനെ ചിത്രയുടെ നമ്മുടെ ഏറ്റവും വലിയ കാര്യമായിട്ടൊരു ഡയറക്ടർ എന്നുള്ളതൊക്കെ ഞാൻ ഈ ഇവൻറ്റിനെ നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. കേരളം ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ ഒരാൾ അവരുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത്രയും വർഷത്തെ ആ 30 വർഷം എന്ന് പറയുന്നതിനെ ആഘോഷത്തിനപ്പുറം കൂടെ പ്രവർത്തിച്ച ആൾക്കാരെ തിരിച്ചറിയുവാനും അവരെ സഹായിക്കുവാനുമായിട്ടാണ് ഈ ചിത്ര ഇങ്ങനൊരു ഇവൻറ്റിന് വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് ഈ ഇവൻറ്റിൻ്റെ സംവിധാനം എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഇവൻറ്റിൻ്റെ ഒരു സ്വഭാവം സാധാരണ നടക്കുന്ന ഏതൊരു ഇവൻറ്റിൻ്റെയും ഒരു ഗ്ലാമറൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനല്ല. മറിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും എനിക്കറിയാം. ഈ 2.5 മണിക്കൂർ നടക്കുന്ന ഇവൻറ്റിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് ചിത്രയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല, പക്ഷേ ചിത്രയ്ക്ക് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാവും. ഈ ചിത്രയൊക്കെ ആദ്യമായി പാടിത്തുടങ്ങുമ്പോൾ മദ്രാസിൽ ഉള്ള ഏറ്റവും ടോപ്പ് ലെവൽ മ്യൂസിഷ്യൻസ് വീണ വായിക്കാൻ അവിടെ ഓരോ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതിനും വളരെ പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 16 മ്യൂസിഷ്യൻസിനെ കൊണ്ടുവരികയാണ്. അതായത് ചിത്രയുടെ പല നാഷണൽ അവാർഡും മറ്റ് അവാർഡുകൾ ഇട്ടിരിക്കുന്ന പാട്ടുകളിലെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വീണയുടെ ഒരു ലിങ്ക് വായിച്ചിട്ടുള്ള ഒരാൾ, സോളോ വയലിൻ വായിച്ചിട്ടുള്ള ഒരാൾ, തബല വായിച്ചിട്ടുള്ള ഒരാൾ, അത്തരത്തിൽ ഈ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഗാനത്തിനെ ചിത്രയോടൊപ്പം തന്നെ എക്സ്പ്രസീവ് ആകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ഉണ്ട്. ഇവരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മ്യൂസിഷ്യൻസിനെ ആദരിക്കുന്ന അവരുടെ ഒരു ട്രിബ്യൂട്ട് ചിത്ര എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു മേജർ ഇവൻ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അതുപോലെ തന്നെ ചിത്ര കടന്നു വന്നിട്ടുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഗായകരുമായിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് സ്പേസ്. മുഴുവൻ ഗാനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ചിത്രയുടെ 30 വർഷം എന്ന് പറയുമ്പോൾ ചിത്രയുടെ ഏറ്റവും മനോഹരമായ പാട്ടുകൾ അവിടെ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചില ഇൻട്രാക്റ്റീവ് സ്പേസുകളാണ് ഈ ഇവൻറ്റിനെ സാധാരണ നടക്കുന്ന മറ്റൊരു ഇവരിൽ നിന്ന് വ്യത്യസ്തമാകാൻ നമ്മൾ ആലോചിക്കുന്നത്. കാര്യം
അങ്ങനൊരു ഒരു ദിവസത്തെ പരിപാടിയായിട്ട് നമ്മളിത് ആലോചിക്കുന്ന ഇതൊരു പ്രൊഫഷനോടുള്ള ഒരു പാഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തരത്തിലൊരു 1 ഡേ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ. അപ്പോൾ ഇത്തരം ഡീറ്റെയിലാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു സാമ്പിൾ ചെയ്തിട്ടുള്ള കീബോർഡുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അങ്ങനെ ആവില്ല. മ്യൂസിഷ്യൻസിൻ്റെ ലൈവ് ഓർക്കസ്ട്ര, വയലിൻസ് റിയൽ വയലിൻസ് ആയിരിക്കും. അങ്ങനെ വളരെ റിയൽ ആയിട്ടുള്ള എല്ലാ ഒരു 50 പീസ് ആൾക്കാരുടെ പ്ലെയേഴ്സിൻ്റെ പ്ലേയിങ് കൂടെ വിറ്റ്നസ് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു കോറിയോഗ്രാഫി ഇല്ല, സിനിമാറ്റിക് ഡാൻസ് ഇല്ല, നത്തിങ്. ഓൺലി മ്യൂസിക് വിത്ത് ദാറ്റ് സീരിയസ്നെസ്. ചിത്ര എങ്ങനെയാണ് ലൈഫിൽ മ്യൂസിക്കിനെ കണ്ടത്, അതുപോലെയുള്ളൊരു സീരിയസ്നെസ് കൂടിയാണ് നമ്മൾ ഈ ഇവൻ്റ് കണ്ടിരുന്നത്. ആസ് എ ഡയറക്ടർ ഓഫ് ദ ഷോ എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്ന പെർസ്പെക്റ്റീവൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാണുന്നത് ഒരു ഡയറക്ടർക്ക് ഇങ്ങനൊരു മ്യൂസിഷ്യനെ കിട്ടുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സസൈസാണ് ആസ് എ ഡയറക്ടർ. സോ ഇറ്റ് വിൽ ബി എ റിസർച്ച് ഓറിയൻറ്റഡ്, ടെക്നിക്കലി ചരിത്രപരമായി വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ട്രാവലോഗ് ആണ് എൻ്റെ മനസ്സിൽ. എനിക്ക് ഈ ഷോ ചെയ്യുന്നതിനുള്ള എക്സൈറ്റ്മെൻറ്റും അത് തന്നെയാണ്. അപ്പോൾ ഇറ്റ് വിൽ ബി എ വെരി സീരിയസ് മ്യൂസിക്കൽ ട്രാവലോഗ് അലോങ് വിത്ത് ചിത്ര. ഫോർ ഈ ഒഫീഷ്യൽ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 2.5 hours ഓഫ് റിയൽ മ്യൂസിക്. സോ I personally believe that it will be a great sounding listening to Chitra and other singers on a particular day, because we have all the instruments live on the stage. The best players playing, expressing their passion also. So, ഈ ഷോയുടെ ഏറ്റവും പ്രത്യേകത അതായിട്ടാണ് ആസ് എ ഡയറക്ടർ ഓഫ് ദ ഷോ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഓർക്കസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യുന്നത് അശോകാണ്. അശോക് ഇവിടുത്തെ മിക്കവാറും എല്ലാ മേജർ ഷോസും കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. സോ അശോകിൻ്റെ സൂപ്പർവിഷൻ ഈ വിൽ ബി ദ കണ്ടക്ടർ ഫോർ ദ ഷോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് മാത്രമാണ് എനിക്കൊരു വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത്. ഇറ്റ്സ് എ മ്യൂസിക്, റിയൽ മ്യൂസിക് ഷോ. പൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം ഇങ്ങനൊരു ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഫെലിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്കൊരു വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരാളിനെ നിർത്തിക്കൊണ്ട് എല്ലാവരും അവരെ പറ്റി ഇങ്ങനെ പൊക്കി പറയുന്നത് എനിക്കെന്തോ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു മാനസികം കൊണ്ട് എനിക്ക് അത്ര വലിയൊരു സന്തോഷമൊന്നും എനിക്കതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഇതങ്ങനെയല്ല, മ്യൂസീഷ്യൻസിന് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇപ്പം നമുക്ക് ശരിക്കും അറിയാം, ആദ്യമൊക്കെ എല്ലാം ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു റെക്കോർഡിങ്ങിന് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ സാമ്പിളറും ഇതൊക്കെ വന്ന ശേഷം ഒരുപാട് പേർക്ക് ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് മ്യൂസീഷ്യൻസിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇതൊന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എന്തുവാണെങ്കിലും സാരമില്ല, അവർക്ക് അതൊരു വലിയ നല്ലൊരു കാര്യമായിട്ട് നമ്മളെക്കൊണ്ട് ഒരു പരിധി വരെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറായത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി ചിത്രശേഷി. ഇനി 30 വർഷത്തിൻ്റെയും പ്രത്യേകിച്ച് രാജീവ്കുമാർ പറഞ്ഞ പോലെ ഇത്രയും ഈ മ്യൂസീഷ്യൻസും എല്ലാവരും കൂടെ വരുന്ന ഒരു വേദി എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ആൾക്കാർ അത് കാണാനായിട്ട് താല്പര്യപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് നടത്തുന്നത് മാർ ഇവാനിസ് കോളേജ് ഗ്രൗണ്ടിലാണ്. ഒരു 7,000-8,000 പേരെ മാത്രമേ നമുക്കവിടെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള അനുസരിച്ച് നമ്മൾ പാസ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നിയന്ത്രിക്കാനാവാത്തൊരു ജനക്കൂട്ടം ഉണ്ടാവുന്നുള്ള ഭയമുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും. ഇല്ല, ഫണ്ട് ഞങ്ങൾ ശരിക്കും ACV ഡൊനേറ്റ് ചെയ്യുന്നു. പിന്നെ തീർച്ചയായിട്ടും ചിത്രയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയാം. പിന്നെ ഒരു ഓപ്പൺ ഫണ്ടാണ്, ആർക്ക് വേണമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ താല്പര്യമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും അതിൽ ഡൊനേറ്റ് ചെയ്യുകയും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചെറിയൊരു കമ്മിറ്റിയോ ട്രസ്റ്റോ പോലെയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. എല്ലാ വർഷവും തുറന്നുള്ള വർഷങ്ങൾ നന്നായി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം. അത് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്തൊരു മ്യൂസിക് അത് ഹെഡ് ചെയ്യുന്നത്
അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, ഒരു മ്യൂസിഷ്യൻ്റെ ഒരു ആക്സിഡൻറ്റിൽ ഡെത്ത് വന്നപ്പോഴൊക്കെ ഇവർ റെഗുലറായിട്ട് ടാഗോ തിയേറ്ററിൽ ഇങ്ങനെ ഇവൻ്റ് നടത്തുകയും അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട്. പക്ഷെ അത് ഈ റെഗുലറായിട്ട് ഇഷ്യൂസ് വരുമ്പോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും കൂടെയാണ് ഇങ്ങനൊരു തോട്ട് ചിത്രയായിട്ട് ഷെയർ ചെയ്തത്. കാര്യം അപ്പം നടക്കുന്ന കാര്യങ്ങൾക്ക് ഇങ്ങനൊരു ഫണ്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പോസിബിലിറ്റി അല്ലാത്തതുകൊണ്ട് ഒരു ഫണ്ട്, ഒരു കോർ ഫണ്ട് ഉണ്ടാകുകയും ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടാകുകയും അതിന് പ്രോപ്പർ നോംസ് ഉണ്ടാക്കുകയും ചെയ്യുക. പക്ഷെ അതിപ്പം റെഗുലറായിട്ട് ഇവിടെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ട്രിവാൻഡ്രം ഫിലിം മ്യൂസിക് ഫെറ്റേണിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇവൻ്റ് നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന പൈസ അത് ആ ഫാമിലികളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ലോങ് ടേം വിഷനായിട്ടാണ് ഇപ്പോൾ ചിത്ര ഉള്ളപ്പോൾ ഇങ്ങനൊരു ഫണ്ട് പ്രൊലോങ്ഡ് ആയിട്ട് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തൊരു വിഷൻ ഉണ്ടാകാനുള്ള കാരണം. അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്ലാനിങ്ങിനനുസരിച്ച് ഇതിനകത്ത് ഈ അന്താക്ഷരിയും കൂടെ ഉൾപ്പെടുന്ന ഒരു സ്ലോട്ട് ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു കണക്കൂട്ടിൽ 60 പാട്ടുകളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. 60 സോങ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ സ്റ്റേജിലുണ്ടാവും. അതിലൊരു ഫുൾ സോങ് ഒരു 25 പാട്ട് ആവാനാണ് സാധ്യത. അതായത് 25 മേജറായിട്ടുള്ള സിംഗേഴ്സ് ഓൾറെഡി ഉറപ്പ് തന്നിട്ടുണ്ട്. അവർ മേജർ സിംഗേഴ്സിൻ്റെ ഫുൾ സോങ്ങും പിന്നെ നമ്മളൊരു അന്താക്ഷരിയുടെ കാര്യം പറഞ്ഞു, പുതിയ ആൾക്കാരുടെ എല്ലാം വിളിച്ചു. അപ്പം അവർ ചിത്രയുടെ ഈ മറ്റ് പല പാട്ടുകളെ റെപ്രസെൻ്റ് ചെയ്യും. അത് കണ്ടക്ട് ചെയ്യാനായിട്ട് മലയാളത്തിൽ പ്രസിഡൻ്റായിട്ട് ഏതെങ്കിലും ഒരു നടനായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്ന ആ അന്താക്ഷരി സ്ലോട്ട്. നമ്മൾ പലരെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒരു ഭയങ്കര ലൈവ്ലി ആയിട്ട് ചെയ്യാനായിട്ട്, ഒരു ഇൻട്രാക്റ്റീവായിട്ട്. പിന്നെ നമ്മൾ വേറെ ചില കാര്യങ്ങളോട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഫീസിബിലിറ്റിയുടെ കാര്യം ഒന്ന് വർക്ക് ചെയ്യാനുണ്ട്. ഈ വരുന്ന ഓഡിയൻസിനെ കൂടി ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഈ പാട്ടുകൾക്കൊരു മൊബൈലിലൂടെയുള്ളൊരു ക്വിസ് കോമ്പറ്റീഷൻ. ഇപ്പം ചിത്രയുടെ ഇന്ന പാട്ട് എഴുതിയ ഇന്നവരാണ്, മ്യൂസിക് ഡയറക്ടർ ആരാണ്,